ശബ്ദഭാഷയുടെ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധരായ പ്രദേശവാസികൾ, വ്യാപാരി വ്യവസായികൾ, മോട്ടോർ വാഹന തൊഴിലാളികൾ, ഇതര പ്രവർത്തന മേഖലയിൽ പ്രവർത്തന മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രബുദ്ധരായ പ്രദേശവാസികൾ, ഏവർക്കും സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ 14 ജില്ലകൾ താണ്ടി നടത്തിവരുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. പ്രിയരെ, ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ശബ്ദഭാഷണിയുടെ കോലാഹലങ്ങൾ പലരുടെയും കർണത്തെ വേദനപ്പെടുത്തുന്നുണ്ട്, ഹൃദയത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പ്രഭാഷണങ്ങൾക്ക് വേദിയായ, ഒരുപാട് നവോത്ഥാന ചിന്തകൾ കേട്ടതായ, ഒരുപാട് എഴുത്തുകളിൽ കൂടിയും ഒരുപാട് സാഹിത്യങ്ങളിൽ കൂടിയും മദ്യത്തിനെതിരായിട്ടും മയക്കുമരുന്നിനെതിരായിട്ടും സമൂഹത്തിന്റെ അധാർമ്മികതകൾക്കെതിരായിട്ടുമുള്ള പ്രഭാഷണങ്ങളും സന്ദേശങ്ങൾക്കും എല്ലാം കാതോർത്ത, ചെവിയോർത്ത, ഹൃദയം കൊടുത്ത, കണ്ണും കാതും കൊടുത്ത പ്രബുദ്ധരായ പ്രദേശവാസികളാണ് ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നു. പ്രിയരെ, അനവധി പ്രഭാഷണങ്ങൾ തെരുക്കോണുകളിൽ കൂടിയും അനവധി രാഷ്ട്രീയ തത്വ മതത്തിൻ്റെതായ അനവധി പ്രഭാഷണങ്ങളെല്ലാം തങ്ങൾ ഇതിനു മുമ്പേയും കേട്ടിട്ടും ഈ മദ്യം എന്ന മയക്കുമരുന്ന് മധുരാശി എന്ന MDMA എന്ന സ്റ്റാമ്പ് എന്ന ലഹരിയിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയാതെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് അസത്മാർഗികതയുടെ അവസ്ഥകളിലേക്ക് ജീവിതം കരയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ജീവിതത്തിന്റെ ഇരുളടഞ്ഞ തീരങ്ങളിൽ പുത്തൻ പ്രകാശവുമായി കടന്നു വന്നൊരു വ്യക്തിപ്രഭാവമുണ്ട്. ആ വ്യക്തിപ്രഭാവത്തിന്റെ മഹത്വമേറിയ, ശ്രേഷ്ഠമേറിയ, ശക്തമേറിയ ആ സുവിശേഷം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പ്രിയമുള്ളവരെ, സഹ്യന്റെ വിശ്രമം കൊള്ളുന്ന 38,863 ചതുരശ്ര കിലോമീറ്ററുകൾ വിസ്തൃതിയിൽ നീണ്ടുകിടക്കുന്ന കിഴക്ക് പശ്ചിമഘട്ടവും സൈലന്റ് വാലിയും സഹ്യപർവ്വതവും, അതുപോലെ തന്നെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ അറബിക്കടലും, അങ്ങനെ 14 ജില്ലകളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്നതായ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ കൊച്ചു കേരളത്തെ ഒന്ന് വീക്ഷിക്കുമ്പോൾ ഹൃദയം തകരുന്ന, ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വേദന ഉണ്ടാകുന്ന പല കാര്യാദികളും കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമുണ്ട്. കേരളം വളരെ മനോഹരമാണ്, കേരളം വളരെ സുന്ദരമാണ്, ശാന്തമാണ്, പ്രശാന്തമാണ്. കേരളത്തിൻ്റെതായ സംസ്കാരം വളരെ അറിയപ്പെടുന്നതായ, 7 കടലുകൾക്കപ്പുറം പോലും അറിയപ്പെടുന്നതായ അത്ര ശ്രേഷ്ഠമേറിയ സംസ്കാരമുള്ളൊരു കൊച്ചു കേരളത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഒരു മലയാളി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, മലയാളിയുടെ ഐക്യതയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ വാചാലമായി പറയുവാൻ തന്നെയുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു 2018 കേരളം നേരിട്ടതായ അതിഭയാനകമായ ദുരന്തം. കേരളം വെള്ളപ്പൊക്കത്താൽ നിറയപ്പെട്ടപ്പോൾ കറുത്തവനെന്നോ വെളുത്തവനെന്നോ, ജാതിയിൽ കൂടിയവനെന്നോ ജാതിയിൽ കുറഞ്ഞവനെന്നോ, സമ്പന്നനെന്നോ സമൃദ്ധിയുള്ളവനെന്നോ, പാവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും ഹൃദയം തുറന്നുകൊണ്ട്, കരങ്ങൾ തുറന്നുകൊണ്ട് മരണത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ, മരണത്തിലേക്ക് പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മലയാളിയെ കരം പിടിച്ചു കയറ്റിയതും മലയാളി കണ്ടത് തന്നെയാണ്. കൊറോണയുടെ കാലഘട്ടത്തിലും 2020 തുടങ്ങിയുള്ള കാലഘട്ടങ്ങളിൽ, കൊറോണയുടെ കാലഘട്ടങ്ങളിലും മലയാളി കണ്ടു മലയാളിയുടേതായ സ്നേഹവും സംരക്ഷണവും കരുതലുമെല്ലാം. അങ്ങനെ മലയാളത്തെക്കുറിച്ച് പറഞ്ഞാലും, മലയാളം മണ്ണിനെ കുറിച്ച് പറഞ്ഞാലും, കേരളത്തെക്കുറിച്ച് പറഞ്ഞാലും വാനോളം പറയുവാൻ തന്നെയുണ്ട്. ഒരു കാലഘട്ടത്തിൽ കവിവരന്മാർ എഴുതി വെച്ചതും ഇപ്രകാരമായിരുന്നു: ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചുടുചോര നമുക്ക് ഞരമ്പുകളിൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഈ കൊച്ചു കേരളത്തെ നോക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ എന്താണ് എനിക്കിന്ന് അഭിമാനം കൊള്ളുവാനുള്ളത്? ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ, വെറും 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ തെരുക്കോണുകളിൽ നിന്ന് മദ്യത്തിനും മയക്കുമരുന്നിനെതിരായിട്ട് പ്രഭാഷണം നടത്തുമ്പോൾ, ഈ കൊച്ചു കേരളത്തെ നോക്കിക്കൊണ്ട് ഈ മലമടക്കുകളിൽ നിന്നുകൊണ്ട് പ്രഭാഷണം നടത്തുമ്പോൾ, പ്രിയമുള്ളവരെ, മനസ്സിനെ തകർക്കുന്ന, തലമുറകളെ തകർക്കുന്ന, തലമുറകളുടെ ഭാവിയെ തകർക്കുന്ന, സ്വപ്നങ്ങളെ തച്ചുടയ്ക്കുന്ന മദ്യവും മയക്കുമരുന്നും മധുരാശിയും MDMAയും തലമുറകളെ മുച്ചോട് മുടിച്ചു കളയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങ് കൊട്ടാരക്കരയുടെ മണ്ണിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്ദന എന്നൊരു കൊച്ചു ഡോക്ടർ താൻ വാനോളം പറന്നുയരുവാൻ ആഗ്രഹിച്ചു. തന്റെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്ത, തന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്ത ആ വന്ദന എന്ന ആ കൊച്ചു ഡോക്ടറുടെ ജീവിതം നശിപ്പിച്ചത് പ്രദീപ് എന്ന് പറയുന്നതായ ഒരു കാപാലികന്റെ കത്തിമുനയായിരുന്നു. ഒരു അധ്യാപകന്റെ കത്തിമുനയ്ക്കുള്ളിൽ, ആ വ്യക്തിയുടെ ആസക്തിക്കുള്ളിൽ, മയക്കുമരുന്നിന്റേതും മദ്യത്തിൻ്റെതുമായ മദ്യാസക്തിക്കുള്ളിൽ, ആ വ്യക്തിയുടെ കത്തിയുടെ മുമ്പിൽ
സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ചിറകുകളും തകർത്തു കളഞ്ഞതിന്റെ പിന്നിൽ പറന്നുയരുവാൻ ആഗ്രഹിച്ച ചിത്രശലഭത്തെ പോലെ വാനോളമുയരുവാൻ ആഗ്രഹിച്ച വന്ദന എന്ന കൊച്ചു ഡോക്ടറുടെ ഭാവിയെപ്പോലും തച്ചുടച്ചു കളഞ്ഞതൊരു മദ്യപാനിയായിരുന്നു എന്നത് പറയുന്നതിൽ വളരെ ഖേദമുണ്ട് പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ കൊറോണയുടെ കാലഘട്ടത്തിൽ ഈ ഹൈറേഞ്ചിന്റെ മണ്ണിൽ മദ്യം ലഭിക്കാതായിരുന്ന കാലഘട്ടത്തിൽ എനിക്കറിയാം പ്രിയമുള്ളവർ, എന്റെ ഭവനത്തിന്റെ അടുത്തൊരു ചേട്ടനുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ശവം സൂക്ഷിക്കുവാൻ വേണ്ടി കാത്തുവെക്കുന്നതായ സ്പിരിറ്റ് എടുത്തു കൊണ്ടുവന്ന് അത് ഡൈല്യൂട്ട് ചെയ്ത് മദ്യത്തിന്റെ പകരം കുടിച്ചതായ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ മദ്യം കിട്ടാതാകുമ്പോൾ, മയക്കുമരുന്ന് കിട്ടാതാകുമ്പോൾ മനുഷ്യൻ എന്തും ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ എനിക്കറിയാം, ഏകദേശം കോടകലക്കി വാറ്റുണ്ടാക്കി 4000-5000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം 2-3 വർഷങ്ങൾക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ മനുഷ്യൻ മദ്യത്തിനും ലഹരിക്കും വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്നതായ ഒരു കാലഘട്ടത്തിലേക്ക് കേരളം വന്നെത്തിക്കഴിഞ്ഞു. കേരളത്തെ നോക്കിക്കൊണ്ട് സ്വാമി വിവേകാനന്ദ സ്വാമികൾ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: കേരളം ഒരു ഭ്രാന്താലയമാണ്. അത് 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വിളിച്ചു പറയും. 18-19 നൂറ്റാണ്ടുകളിൽ അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ പ്രിയമുള്ളവരെ, അദ്ദേഹം വിളിച്ചു പറയുന്ന പിന്നിലെ കാര്യം എന്ന് പറയുന്നത്, പട്ടിക്കും പൂച്ചയ്ക്കും പോലും വഴി നടക്കാവുന്ന വഴിത്താരയിൽ കൂടി മനുഷ്യന് വഴി നടക്കുവാനുള്ള അധികാരമില്ലാതിരുന്ന, അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ചാതുർവർണ്ണത്തിന്റെ പേരിൽ മനുഷ്യനെ മനുഷ്യനായി കാണാതെ മൃഗത്തിനേക്കാളും മതവനായി കണ്ടുകൊണ്ട് മനുഷ്യനെ മാറ്റി നിർത്തിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നോക്കണം പ്രിയമുള്ളവരെ, മധ്യ കേരളത്തിൽ കോട്ടയത്തിന്റെ മണ്ണിൽ 1924 വൈക്കം സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹങ്ങൾ പോലും നടന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ വഴി നടക്കണമെന്നുള്ളത് തന്നെയായിരുന്നു. മനുഷ്യന് വഴി നടക്കുവാൻ കഴിയാതെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും മതിൽക്കെട്ടുകൾ പടുത്തുയർത്തു വെച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സാമൂഹിക വക്താക്കൾ, സാമൂഹിക പ്രവർത്തകൾ മുൻകൈയെടുത്തതിന്റെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു പ്രശ്നവുമില്ലാതെ വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വൈക്കം സത്യാഗ്രഹം പോലുള്ള സത്യാഗ്രഹങ്ങൾ പോലും കാലങ്ങൾക്ക് പിന്നിൽ അങ്ങ് കോട്ടയത്തിന്റെ മണ്ണിൽ നടമാടിയപ്പോൾ നമ്മൾ കണ്ടതാണ്. ചരിത്രത്തിന്റെ താളുകളിൽ കൂടി നമ്മൾ വായിച്ചതാണ്. ചരിത്ര പഠിതാക്കളെല്ലാം പഠിച്ചതാണ്. മനുഷ്യന് വഴി നടക്കുവാൻ വേണ്ടി ക്ഷേത്ര പരിസരങ്ങളിൽ കൂടി ജാതിയുടെയും വർണ്ണത്തിന്റെയും മതത്തിന്റെയും മതിൽക്കെട്ടുകൾക്കപ്പുറമായി വഴി നടക്കുവാൻ സ്വാതന്ത്ര്യം നേടിയെടുത്തൊരു കാലഘട്ടത്തെ കുറിച്ച് ഏതൊരു വ്യക്തിയും പഠിച്ചു തന്നെയായിരിക്കാം പ്രിയമുള്ളവരെ. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ, നമ്മൾ ജീവിക്കുന്ന സമകാലിക ലോകത്തേക്ക് നമ്മളൊന്ന് കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നത് എന്താണ്? ജാതിയുടെ മതിൽക്കെട്ടുകളല്ല, മതത്തിന്റെ മതിൽക്കെട്ടുകളല്ല, വർണ്ണത്തിന്റെ മതിൽക്കെട്ടുകളല്ല, മറിച്ച് മനുഷ്യന്റെ സ്വാതന്ത്ര്യം തച്ചുടയ്ക്കുന്നത്, മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ തകർത്തു കളയുന്നതിന്റെ പിന്നിലെ ഏക വസ്തുത എന്ന് പറയുന്നത് മനുഷ്യൻ സേവിക്കുന്ന മദ്യം തന്നെയാണ്. മദ്യപിച്ച് മതോന്മത്തനായി രാത്രിയുടെ യാമങ്ങളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായ സ്ത്രീകളെ പോലും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നതായ കാപാലികന്മാർ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം. മദ്യപിച്ച് മതോന്മതനായി ഷാപ്പിൽ നിന്നും ഇറങ്ങിയിട്ട് ഭവനത്തിലേക്ക് പോകുവാൻ വഴിയറിയാതെ, തെക്കേത് വടക്കേത് കിഴക്കേത് പടിഞ്ഞാറേതെന്നറിയാതെ ആടിയാടി നടന്നുകൊണ്ടിരിക്കുന്നതായ ചേട്ടന്മാരുള്ള കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, രാത്രിയായി കഴിഞ്ഞാൽ 6 മണി അല്ലെങ്കിൽ 7 മണി 8 മണിയാകുന്ന കാലത്ത് ആ സമയത്തിൽ എന്റെയും നിങ്ങളുടെയും ഭവനത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായിട്ട് വഴി നടക്കുവാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവര്, എന്റെ ഭവനത്തിൽ എന്റെ പെങ്ങളുണ്ട്, എന്റെ മാതാവുണ്ട്, ഇവിടെ എന്റെ കൂടെ കൂടി നിൽക്കുന്നവരുടെ വീട്ടിലുമുണ്ട് സ്ത്രീജനങ്ങൾ. അവരോടെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു പറയണം? താങ്കളുടെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പറയും, രാത്രിയുടെ യാമത്തിൽ ഞങ്ങൾക്ക് നടന്നു പോകുവാൻ കഴിയത്തില്ല. കാരണം അവിടെ ഒരു മദ്യപാനി ഇരിപ്പുണ്ട്, അവിടെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഇരിപ്പുണ്ട്, അവിടെ കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ ഇരിപ്പുണ്ട്. അവന്റെ മുമ്പിൽ കൂടെ എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നടന്നു പോകുവാൻ കഴിയത്തില്ല. കാരണം എന്താണ്? അവൻ എപ്പോഴും അക്രമാസക്തനാകുന്നതെന്ന് എനിക്കറിയാൻ കഴിയത്തില്ല. അവന്റെ മസ്തിഷ്കത്തെ ഭരിക്കുന്നത് അവന്റെ നാഡീഞരമ്പുകളോ ഒന്നുമല്ല, മറിച്ച് അവന്റെ നാഡീഞരമ്പുകളെ തകർത്തു കളയുന്ന മദ്യവും മയക്കുമരുന്നുമാണ്. കൂട്ടുകാരോട് ചേർന്ന് അല്പനേരത്തെ വിനോദത്തിന് വേണ്ടി, അല്പനേരത്തെ സല്ലാപത്തിനു വേണ്ടി കൂട്ടുകാരൻ നുകർന്നു തരുന്നതായ മദ്യവും കുടിച്ചിട്ട് സ്ത്രീകളിൽ കൂടി ഇത് കത്തിപ്പടർന്നു പോകുമ്പോൾ ഞാനെന്തോ ആണെന്നെല്ലാം പറഞ്ഞ് വടിവാളും എടുത്തുകൊണ്ട് അപരന്റെ നെഞ്ചിലേക്ക് കത്തി കയറ്റുന്നതായ ഒരു തലമുറയുടെ
വ്യക്തമായി ചിത്രം കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവർ ഈ സമകാലിക ലോകത്ത്. അങ്ങനെ മദ്യം മനുഷ്യനെ തകർത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സമകാലിക ലോകത്ത് കൂടി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. കഴിഞ്ഞ കാലത്ത് ഏകദേശം 1 മാസങ്ങൾക്ക് മുമ്പ് അങ്ങ് കരുനാഗപ്പള്ളിയുടെ പ്രദേശത്ത് ഒരു ഡോക്ടറും അജ്മൽ എന്ന വ്യക്തിയും കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വാഹനം, പ്രിയമുള്ളവരെ ഒന്ന് കേൾക്കേണ്ടത് ആവശ്യമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ കലാലയ ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിൽ വിദഗ്ധരായ ഡോക്ടേഴ്സ് ഞങ്ങളുടെ കോളേജുകളിൽ കടന്നു വന്നിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു. അവർ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യം പ്രകാരമായിരുന്നു, മദ്യം ഉപയോഗിക്കരുത്, അത് താങ്കളുടെ ജീവിതത്തെ തകർത്തുകളയും. മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, താങ്കളുടെ കുടുംബത്തെ തകർത്തുകളയും. ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുയർത്തുവാൻ വേണ്ടി ഡോക്ടർമാർ അക്കാലങ്ങളിൽ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നിരുന്നെങ്കിൽ ഇക്കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏകദേശം വർഷങ്ങളുടെ ഗ്യാപ്പ് മാത്രം വന്നിട്ട് ഇക്കാലങ്ങളിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന കരുനാഗപ്പള്ളിയുടെ പ്രദേശത്ത് അസ്മലും ഗ്രീഷ്മയും എന്ന് പറയുന്ന ആ 2 യുവാക്കൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നതായ വാഹനം കടന്നു പോകവേ വഴിയാത്രയിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നതായ ആ യുവതിയെ തട്ടിയിട്ടതിനപ്പുറമായി ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അജ്മൽ ചെയ്ത കാര്യം എന്തെന്ന് കേരളം ഹൃദയം നടുക്കത്തോടെ തന്നെ കേട്ടതാണ്. ആ വാഹനം നിർത്താതെ ആ വ്യക്തിയുടെ ശരീരത്തിൽ കൂടി കയറ്റി ഇറക്കിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അന്വേഷണ സംഘത്തിന് വിദഗ്ധ പരിശോധനകൾക്ക് ശേഷമായി അവർ കണ്ടെത്തിയൊരു കാര്യം ഇപ്രകാരമായിരുന്നു: ഇവർ മദ്യത്തിനടിമപ്പെട്ടിരുന്നു, ഇവർ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായിരുന്നു. ഇവരുടെ പിൽക്കാല ചരിത്രത്തിലേക്കൊന്ന് കടന്നുപോയപ്പോൾ അവർ MDMA പോലെയുള്ള മാരകമായ വിഷവസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നവരായിരുന്നു. അവരുടേതായ ആ വിഷവസ്തുക്കൾ ഉപയോഗം തച്ചുടച്ചത് അവരുടെ ജീവിതം മാത്രമല്ല, മറിച്ച് വഴിയിൽ കൂടി ഒന്നും അറിയാതെ കടന്നുപോയിക്കൊണ്ടിരുന്ന സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ തലമുറകളുടെ ഭാവിയെ കണ്ടുവച്ചതായ തലമുറകളുടെ ഭാവിക്ക് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയതായ ഒരു യുവതിയുടെ ജീവനായിരുന്നു നശിപ്പിച്ചു കളഞ്ഞത്. പ്രിയരെ, താങ്കൾ ഒരു പക്ഷെ ചിന്തിക്കാം, എന്തിനാണ് ഈ പ്രഭാഷണങ്ങൾ നടത്തുന്നത്, എന്തിനാണ് കേരളത്തിൻ്റെതായ ജില്ലകളിൽ കൂടി കടന്ന് ഈ വാഹനം ഞങ്ങളുടെ മണ്ണിലും എത്തി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ വിളിച്ചു പറയാം. പ്രിയമുള്ളവരെ, താങ്കൾ നുകരുന്നതായ മദ്യമുണ്ടല്ലോ, താങ്കൾ കുടിക്കുന്നതായ ആ മദ്യമുണ്ടല്ലോ, താങ്കളുടെ സിരകളിലേക്ക് അല്പനേരത്തെ സുഖത്തിന് വേണ്ടി ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്നതായ ആ വിഷവസ്തുവുണ്ടല്ലോ, അത് തകർത്തു കളയുന്നത് താങ്കളുടെ ജീവിതത്തെ മാത്രമല്ല, മറിച്ച് അത് തകർത്തു കളയുന്ന ഒരു സമൂഹത്തെ കൂടിയാണ്. സമൂഹത്തെ പണിതുയർത്തുവാൻ വേണ്ടി ഒരുപാട് കവിവരന്മാർ, ഒരുപാട് പ്രബുദ്ധരായ പ്രഭുക്കന്മാർ, അനവധി രാജാക്കൾ, രാജതന്ത്രജ്ഞന്മാർ നിരവധിയായി പ്രവർത്തിച്ചത് നമ്മുടെ ചരിത്ര താളുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ടെന്നാൽ അവരുടേതെല്ലാമായ വാക്കുകൾക്കും വാക്യശകലങ്ങൾക്കുമെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ വീണ്ടും അധമനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഈ പാപത്തിൽ നിന്ന് കടന്നു വരാതെ, മനുഷ്യൻ ഈ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായി ഒരു വിമുക്തി നേടുവാൻ കഴിയത്തില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, നോക്കണം, മദ്യപിച്ച് മതോന്മത്തനായി നടക്കുന്ന മനുഷ്യൻ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മനുഷ്യൻ, അവന്റെ ജീവിതത്തിൽ അവൻ മദ്യം ഉപേക്ഷിക്കണമെന്ന് അവന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, അവന് മയക്കുമരുന്ന് ഉപേക്ഷിക്കണമെന്നും പലപ്പോഴും ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞങ്ങൾ പല തെരുവ് പ്രഭാഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളെ അഭിസംബോധന ചെയ്ത് വരാറുമുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങ് തിരുവനന്തപുരത്തിന്റെ പ്രദേശത്ത് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന പ്രദേശത്ത് പണ്ട് സമരങ്ങളൊക്കെ ഒരുപാട് നടന്നതായ, മാറുമറയ്ക്കൽ സമരങ്ങൾ പോലെയുള്ള സമരങ്ങൾ നടന്നതായ ആ സമരഭൂമിയിലൊക്കെ നിന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഒരു വ്യക്തി എന്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറഞ്ഞത് പ്രകാരമായിരുന്നു: പ്രിയപ്പെട്ടവനെ, താങ്കളുടെ പ്രഭാഷണങ്ങളെല്ലാം നല്ലതാണ്, ഞാനൊരു മദ്യപാനിയാണ്, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ് എന്നെല്ലാം കടന്നുവെന്ന് പറയുകയുണ്ടായപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തോട് ചോദിച്ചു: സ്നേഹിത, താങ്കളുടെ മകൻ മദ്യപിച്ച് മതോന്മത്തനായിട്ട് വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ താങ്കളുടെ ഹൃദയത്തിലെ ചിന്ത എന്തായിരിക്കും, താങ്കളുടെ ഹൃദയത്തിന്റെ വേദന എന്തായിരിക്കും? താങ്കളുടെ മകനും ഇപ്രകാരം പോകണമെന്നാണോ പ്രിയമുള്ളവനെ താങ്കളും ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ടവരെ, ഞാൻ നടക്കുന്നത് പോലെ മദ്യപിച്ച് മതോന്മത്തനായി ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടയിൽ കിടക്കുവാൻ വേണ്ടി എന്റെ തലമുറ അങ്ങനെയായി പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഈ മദ്യത്തെ വിടുവാൻ ആഗ്രഹമില്ല. മദ്യപാനത്തിൽ നിന്ന് ഞാൻ മാറാതെ മദ്യപിക്കരുതെന്ന് എന്റെ മകനെ ഉപദേശിക്കുന്ന ഒരു പിതാവാണ് എന്ന് ആ വ്യക്തി ഞങ്ങളോട് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിലും കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ മദ്യം നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നല്ല വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കുന്ന, നല്ല ഭാവി നിങ്ങൾ സ്വപ്നം കാണുന്ന താങ്കളുടെ തലമുറയുണ്ടല്ലോ, ആ തലമുറ കാണുന്നത് മദ്യപിച്ച് മതോന്മത്തനായി ഭവനത്തിൽ കടന്നു വരുന്ന താങ്കളെയാണ്. പ്രിയമുള്ളവരെ, താങ്കൾ നന്നാവാതെ, താങ്കൾ
തങ്ങളുടെ ജീവിതം നന്നാകാതെ തലമുറ നന്നാവത്തില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ താങ്കളും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മദ്യപാനത്തെക്കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ചും എല്ലാം തെരിക്കോണുകളിൽ ഞങ്ങൾ പ്രഭാഷണം നടത്തുന്നതിന്റെ പിന്നിലെ കാരണവും ഇത് തന്നെയാണ്. ഒരു കൂട്ടം യുവതലമുറകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ട് അവർ പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അന്യന്റെ കഴുത്തിൽ കടാര വയ്ക്കുവാൻ മടിക്കാത്തൊരു തലമുറ, അന്യന്റെ കഴുത്ത് കണ്ടിച്ചു മാറ്റുവാൻ ആ രക്തമെടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുവാൻ മടിക്കാത്തൊരു തലമുറ. അങ്ങനെ മദ്യം മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. മയക്കുമരുന്ന് മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യന് ഇതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ, അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം പരിപൂർണമായി സംഭവിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, അവന്റെ ജീവിതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ പാപത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരണം. അവന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയത്തിൽ അവന്റെ ശരീരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന പാപ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തണം. മനുഷ്യൻ പാപിയായതുകൊണ്ട് തന്നെയാണ് മദ്യപിച്ചതിന് ശേഷമായി അവന്റെ ഉള്ളിലെ പാപ സ്വഭാവം പുറത്തു വന്നിട്ട് അന്യന്റെ നെഞ്ചിൽ കടാര കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്, മനുഷ്യൻ പാപിയാണെന്ന് ആർ പറഞ്ഞു? പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ട് തന്നെയല്ലേ വേദങ്ങളും വിസങ്ങളും സംഹിതകളും എല്ലാം ഒരുപോലെ പറഞ്ഞത് പാപിയായ മനുഷ്യൻ പാപത്തിന്റെ മോചനത്തിനായി പുണ്യകർമ്മ കാണ്ഡാഹങ്ങൾ നടത്തുന്നു. പ്രിയമുള്ളവരെ, പക്ഷെ താങ്കൾ ചോദിക്കാം, നിങ്ങൾ പറയുന്ന കാര്യമല്ലേ മനുഷ്യൻ പാപിയാണെന്ന്? അല്ല കേട്ടോ, നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഖുർആൻ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഖുർആനിന്റെ അകത്ത് ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. സൂറ 47 ആയത്ത് 19 മനുഷ്യൻ പാപിയാണെന്ന് വരച്ചു കാണിച്ചു. ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിന്റെ 16ാം പർവ്വമായ മൗസല പർവ്വതത്തിലേക്ക് നോക്കുമ്പോൾ ദ്വാരകയിൽ മദ്യം കലശലുണ്ടാക്കുമെന്നല്ലെങ്കിൽ ദ്വാരകയിൽ മദ്യം ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കുമെന്നറിഞ്ഞുകൊണ്ട് ദ്വാരകയിലെ രാജാവ് മദ്യത്തെ നിരോധിച്ചുവെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയും പറയുന്നു, ഹൈന്ദവ ഗ്രന്ഥങ്ങളിലേക്ക് ഒന്നുകൂടെ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും നിത്യ മരണത്തിൽ നിന്ന് നിത്യ ജീവങ്ങളിലേക്ക് മാർന്നയിക്കുമെന്ന് ഒന്നുകൂടെ നോക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകവും ഇതുപോലെ അടിവരയിട്ട് അച്ചട്ടായി പറഞ്ഞു, മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അങ്ങനെ സകല മതസംഹിതകളും സകല വേദഗ്രന്ഥങ്ങളും ഒരുപോലെ അടിവരയിട്ട് അച്ചട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നാലേ ജീവിതത്തിൻ്റെതായ സാഹചര്യങ്ങൾക്ക് മാറ്റം വരൂ, സമൂഹത്തിൻ്റെതായ കലുഷിതം നിറഞ്ഞ അവസ്ഥകൾക്ക് മാറ്റം വരൂ, ഇരുൾ നിറഞ്ഞ ലോകത്തിൽ വെളിച്ചത്തിന്റെ കൊടുങ്കാറ്റ് വീശുകയുള്ളൂ എന്നെല്ലാം സകല ഗ്രന്ഥങ്ങളും ഒരുപോലെ അടിവരയിട്ട് പറഞ്ഞു. ഒരുപക്ഷെ താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത വ്യക്തിയാണെങ്കിൽ കവിവരന്മാരും ഇപ്രകാരം എഴുതി വെച്ചു, പാപമില്ല നരനിങ് ഭൂതലെ ശിശുവിനുമുണ്ടല്ലോ കോപശീലം. ഇങ്ങനെ സകലരും ഒരുപോലെ അടിവരയിട്ട് അച്ചട്ടായി പറഞ്ഞു, മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തിന് പരിഹാരം വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ പുത്തൻ പുലരിയിലേക്കും പുത്തൻ പ്രഭാതങ്ങളിലേക്കും നല്ല ജീവിതത്തിന്റെ മേഖലകളിലേക്കും അവൻ കാൽച്ചുവടുകൾ ചവിട്ടിക്കയറുന്നുവെന്ന് സകലം ഒരുപോലെ അടിവരയിട്ടച്ചട്ടായി പറഞ്ഞു. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി മനുഷ്യൻ കർമ്മങ്ങൾ നടത്തി, കാണ്ഡാഹങ്ങൾ നടത്തി, പുണ്യതീർത്ഥാടനങ്ങൾ നടത്തി, സകലതും ചെയ്ത മനുഷ്യൻ നരബലിയും മൃഗബലിയും പോലും നടത്തി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പത്തനംതിട്ടയുടെ മണ്ണിൽ നരബലി നടന്നതിന്റെ പിന്നിലെ കാരണവും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം തന്നെയായിരുന്നു. ഒരു കാലത്ത് എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നതായ മൃഗബലികൾ ഗവൺമെന്റുകൾ നിർത്തലാക്കിയിട്ടും ഇപ്പോഴും കേരളത്തിന്റെ പല ദേശങ്ങളിലും നരബലി പോലും നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ പത്രമാധ്യമങ്ങളിൽ കൂടി നവമാധ്യമങ്ങളിൽ കൂടി ഞാൻ അറിഞ്ഞൊരു വാർത്തയുണ്ട്, അങ്ങ് കട്ടപ്പനയുടെ പ്രദേശത്തും നരബലി നടക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിൻ്റെതായ പല മേഖലകളും നടക്കുന്നതാണ് നരബലിയും മൃഗബലിയും. കാരണം മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തണം, മനുഷ്യന് നിത്യശാന്തി കണ്ടെത്തണം, മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനം കണ്ടെത്തണം, തകരപ്പെട്ട മേഖലകളിൽ നിന്ന് പണിയപ്പെടണം എന്നെല്ലാം പറഞ്ഞും മൃഗബലിയും നരബലിയും നടത്തി പാപത്തിന്റെ പരിഹാരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ പ്രിയമുള്ളവർ, ഒരു കാര്യം ചിന്തിക്കണം. പാപം ചെയ്ത് ദൈവത്തോട് അകന്ന മനുഷ്യൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു പരിഹാരം തരും. നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ കർമ്മങ്ങൾ നടത്തുന്നുണ്ട്, കാണ്ഡാഹങ്ങൾ നടത്തുന്നുണ്ട്, തത്വങ്ങൾ ജ്ഞാനങ്ങളൊന്നും മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താതിരുന്നപ്പോൾ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തുടങ്ങിയ യവനായ തത്വശാസ്ത്രത്തിന്റെ തത്വവക്താക്കളിൽ എല്ലാം പരിചയപ്പെടുത്തിയ മതങ്ങളെല്ലാം വെറും പാഴായി പോയപ്പോൾ
വിദ്യാഭ്യാസമുള്ളവനും സമ്പന്നതയുള്ളവനും ഭൗതിക മേഖലകളിൽ ഉന്നമനത്തിൽ നിൽക്കുന്നവനും മാത്രം ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള തത്വജ്ഞാനങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ അങ്ങ് നോക്കണം, പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ഒരുവൻ ജന്മമെടുത്തു. പ്രിയമുള്ളവരെ, മനുഷ്യൻ ദൈവത്തെ തേടി കാതങ്ങളകന്നു താണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ ദൈവത്തെ തേടി ദേശങ്ങൾ അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ പാപത്തിന്റെ പരിഹാരം ആര് വരുത്തുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അനേക അവതാരങ്ങൾ ഭൂമിയിൽ പാപികളെ നിഗ്രഹിക്കുവാൻ വേണ്ടി ഭൂപരപ്പിലേക്ക് അവതാര പ്രവയെടുത്തപ്പോൾ നോക്കണം, 2000 വർഷങ്ങൾക്ക് മുമ്പേ പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ഒരു വ്യക്തി പ്രവയെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മറിയ എന്ന ഒരു കന്യാ സ്ത്രീയുടെ ഉദരത്തിൽ പാലസ്തീനിന്റെ പച്ചമണ്ണിൽ ഒരു വ്യക്തി പിറവിയെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, മറിയ എന്ന ഒരു കന്യാ സ്ത്രീയുടെ ഉദരത്തിൽ കൂടി കന്യാസുതനായിട്ട് കർത്താവായ യേശുക്രിസ്തു, കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശുക്രിസ്തു ഇഹലോകത്തിലേക്ക് ജാതനായി പിറന്നു. അത് തന്നെയല്ലേ ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്തുമസ് ഒക്കെയായിട്ട് നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നിലും മദ്യമുണ്ട്, ആ വിഷയം ഞാൻ വിട്ടുകളയുകയാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശുക്രിസ്തു പാലസ്തീനിന്റെ പച്ചമണ്ണിൽ പാദമുറപ്പിച്ചു വെച്ചു. ആ ക്രിസ്തു പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഞാൻ തന്നെ പാപത്തിന്റെ വിമോചകനാകുന്നു. പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഘാതങ്ങൾ നടന്ന മനുഷ്യൻ, കർമ്മങ്ങൾ നടത്തിയ മനുഷ്യൻ എല്ലാം ചോദിച്ചു പാപത്തിന്റെ പരിഹാരം എവിടെ കിട്ടും? കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഇഹത്തിൽ അവതരിച്ചു വന്നു. ആ യേശുക്രിസ്തു വിഭാവനം ചെയ്തത് പാപത്തിന്റെ വിമോചനമായിരുന്നു, മനുഷ്യന്റെ സന്തോഷവും സമാധാനവുമായിരുന്നു. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു, അത് ലോകം നൽകുന്നത് പോലെയല്ല. നിത്യമായ സമാധാനം എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തി പ്രഭാവമുണ്ടെങ്കിൽ, ഒരേ ഒരു ആചാര്യനുണ്ടെങ്കിൽ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശുക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ താങ്കൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എല്ലാം പേരിൽ നിങ്ങൾ വന്നു നിന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മതത്തിന്റെ പ്രഭാഷണമല്ല, മതത്തിന്റെ പ്രഭാഷണമല്ലേ. പ്രിയമുള്ളവരെ, ചെവി തുറന്ന് കേൾക്കുക. ഒരു മതത്തിന്റെ പ്രഭാഷണത്തിന്റെ പേരിലല്ല ഞങ്ങൾ വന്നു നിൽക്കുന്നത്, ഞങ്ങളുടെ സഭയിലേക്ക് ഒരാളെ ചേർക്കുവാൻ വേണ്ടിയുമല്ല വന്നു നിൽക്കുന്നത്, മറിച്ച് കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശുക്രിസ്തു വിഭാവനം ചെയ്തതായ ആ തത്വത്തിന്റെ പിന്നിൽ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിന്റെ സ്ഥാപനമല്ലായിരുന്നു. മതസ്ഥാപനം ആര് കൊണ്ടുവന്നുവെന്നെല്ലാം ചോദിച്ചാൽ, അതെല്ലാം വിശദീകരിച്ചാൽ സമയം അനേകമെടുക്കും. സമയത്തിന്റെ പര്യാപ്തത മൂലം ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു, കാലത്തിന്റെ കതിരവനായ യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു ഭൂമുഖത്തേക്ക് വന്നിട്ട് ആ യേശുക്രിസ്തു പാപത്തിന്റെ പരിഹാരം വരുത്തുവാനായി കാൽവരിയുടെ കൊലക്കളത്തിൽ താൻ യാഗമായി മാറി. ആ യേശുക്രിസ്തു വിഭാവനം ചെയ്തത് മതമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മതം പ്രചരിപ്പിക്കുന്നവരല്ല, മറിച്ച് കർത്താവിന്റെ മാർഗമാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു മതത്തിന് വേണ്ടി കത്തിയെടുക്കുവാനോ, മതത്തിന് വേണ്ടി കടാരയെടുക്കുവാനോ, മതത്തിന് വേണ്ടി ബോംബുണ്ടാക്കുവാനോ പറയുന്ന വ്യക്തികൾ പലപ്പോഴും കാണാം. എന്നാൽ സമാധാനത്തിന്റെ സന്ദേശം നൽകി തന്ന് കത്തിയെടുക്കാതെ, കടാരയെടുക്കാതെ, സമാധാനം എന്നൊരു വാക്കുകൾ കൊണ്ട് ലോകത്തെ നേടിയെടുത്ത, ലോകത്തിന്റെ ഹൃദയത്തെ പിടിച്ചെടുത്ത, പാലസ്തീനിന്റെ മണ്ണിൽ മാത്രം ജീവിച്ച, എന്നാൽ ലോക ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിന്റെ 5 വൻകരകളിലും നീണ്ടു കിടക്കുന്നതായ ഒരു സംഹിതയാണ്, തത്വമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ സംഹിത എന്ന് പറയുന്നത്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ആ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, ഞങ്ങൾ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ ഒരുപക്ഷെ താങ്കൾ ചോദിക്കും, നിങ്ങൾ പറയുന്നതായ വിശുദ്ധ വേദപുസ്തകം അത് ആരെങ്കിലുമൊക്കെ എഴുതി ചേർത്തതല്ലേ? ആ വിശുദ്ധ വേദപുസ്തകം ആരുടെയെങ്കിലുമൊക്കെ കെട്ടുകഥയല്ലേ? മുത്തശ്ശി കഥയില്ലേ? ബാലരമയില്ലേ? മാലമംഗളം പോലൊരു കഥയില്ലേ എന്നെല്ലാം ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, താങ്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, മതത്തിന്റെ മിത്തല്ല, ഒരു ബാലരമ കഥയല്ല, മറിച്ച് മുത്തശ്ശി കഥയുമല്ല, മറിച്ച് 1600-ൽ പരം വർഷങ്ങളെടുത്ത് എഴുതിത്തീർന്ന ഒരു വിശുദ്ധ ഗ്രന്ഥമത്രേ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്ന് പറയുന്ന 3 ഭൂഖണ്ഡങ്ങളിൽ രാജതന്ത്രജ്ഞൻ, പ്രവാചകന്മാർ, ആട്ടിടയന്മാർ, മുക്കുവന്മാർ തുടങ്ങി 40-ൽ പരം വിദ്യാസമ്പന്നരും 40-ൽ പരം വിദ്യാഹീനരുമായ എഴുത്തുകാർ 1600-ൽ പരം വർഷങ്ങൾ എടുത്തുകൊണ്ട് രാജകൊട്ടാരം, കൽത്തുറങ്ക്, കാരാഗ്രഹം, പത്മോസിന്റെ ഏകാന്തത തുടങ്ങി വിവിധ വിഭിന്നമായ സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് എഴുതി തീർത്ത 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് താങ്കളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതൽ അന്ത്യം വരെ എന്ന് പരിശോധിക്കുമ്പോൾ 3 കാലഘട്ടങ്ങൾ, 3
ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതപ്പെട്ടതായി വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആദിയോടന്തം ഒന്ന് പരിശോധിച്ചാൽ പ്രിയമുള്ളവരെ, ഒരു തത്വത്തിനാകട്ടെ ഒരു ശാസ്ത്രത്തിനാകട്ടെ മാറ്റമില്ലാതെ, അക്ഷരത്തിനാകട്ടെ ആശയങ്ങൾക്കാകട്ടെ മാറ്റമില്ലാതെ എഴുതി ചേർത്തൊരു ഗ്രന്ഥം ഇഹത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ പേരത്ര ഞങ്ങൾ പ്രസംഗിച്ചതായ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ആ വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ കാലത്തിന്റെ കതിരവനായ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന്റെ തത്വത്തിന്റെ സംഹിതകളെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ ഒരു കാര്യം ദേശത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, മനുഷ്യന്റെ സമാധാനത്തിനായി, ജീവിതത്തിന്റെ ഉന്നമനത്തിനായി, പുരോഗതിക്കായി ഇഹത്തിൽ നൽകപ്പെട്ട ഒരു മാർഗമുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഒന്ന് മാത്രമാണ്. എന്താണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഇപ്രകാരം ഞാൻ പറയാം. അങ്ങ് പാലസ്തീന്റെ മണ്ണിൽ പിറവിയെടുത്ത് 33 വർഷക്കാലം ഇഹത്തിൽ ജീവിച്ച് 3 വർഷക്കാലം തന്റെ വേല ചെയ്ത് ഇഹത്തിൽ നിന്ന് കാൽവരിയുടെ കൊലക്കളത്തിൽ മരിക്കപ്പെട്ട് ഗത്സമനയിൽ പിടിച്ച് ഗബതയിൽ തകർക്കപ്പെട്ട് ഗോൽഗോതയിൽ ക്രൂശിക്കപ്പെട്ട് പാതാളത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പാപത്തിന്റെ പരിഹാരം വരുത്തിയ ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന്. ആ കർത്താവായ യേശുക്രിസ്തു, കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടി മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് പാപത്തിന്റെ വിമോചനമുള്ളൂ എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. അങ്ങ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗത്സമനെ തോട്ടത്തിൽ വെച്ച് പിടിച്ച് ഗബതയിൽ കൊണ്ട് തന്നെ തകർക്കപ്പെട്ട് തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി തന്റെ മുഖത്ത് തുപ്പി തോളിൽ ക്രൂശും വഹിച്ചുകൊണ്ട് താൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. പ്രിയമുള്ളവർ, എന്തിനു വേണ്ടിയാണ്? ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയതായ ചെയ്യുന്നതായ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, രക്തം ചിന്തിയിട്ടല്ലാതെ പാപത്തിന്റെ പരിഹാരമില്ല എന്ന് സകലരും ഒരുപോലെ അടിവരയിട്ട് അച്ചട്ടായി പറഞ്ഞു. പ്രിയമുള്ളവരെ, രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകരും പറയും മനുഷ്യൻ രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. രക്തക്കൊടിയുള്ള പാർട്ടികളും ത്രിവർണ്ണ പതാകയുള്ള പാർട്ടികളും സകല പാർട്ടികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ പറയും രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. വിശുദ്ധ വേദപുസ്തകം എഴുതി രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. പക്ഷേ അത് അന്യന്റെ കഴുത്തിൽ കടാര കയറ്റിയിട്ടോ അന്യന്റെ രക്തം തെരിക്കോണുകൾ ഒഴുക്കിയിട്ടോ അല്ലായിരുന്നു. മറിച്ച് കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചു വന്നിട്ട് തന്റെ ദേഹമെന്ന തിരശ്ശീല കീറി തന്റെ രക്തം തന്നെ മാനവകുലത്തിന്റെ പരിഹാരത്തിന് വേണ്ടി താൻ ചിന്തപ്പെട്ട് കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് മരണമാകുവാൻ, യാഗമാകുവാൻ, ബലിയാകുവാൻ വേണ്ടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് കൊണ്ടുചെന്ന് ആ ക്രൂശിന്മേൽ തന്നെ ക്രൂശിച്ച് റോമൻ സൈന്യം വിധിയെഴുതി, പീലാത്തോസ് വിധിയെഴുതി, റോമൻ സൈന്യാധിപന്മാർ വിധിയെഴുതി. യേശുക്രിസ്തു എന്ന് പറയുന്ന ഈ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തി മരിച്ചു. കാലത്തിന്റെ യവനികൾക്കുള്ളിൽ മൺമറയപ്പെട്ടു. പ്രിയമുള്ളവരെ, അവർ കണ്ടതെല്ലാം കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മൺമറയപ്പെട്ട ചരിത്രകാരന്മാരെയും ചരിത്രത്തിന്റെ സംഹിതകൾ ഉയർത്തിപ്പിടിച്ചവരെയും മാത്രമായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നും പാലസ്തീനിന്റെ മണ്ണിൽ തുറക്കപ്പെട്ടൊരു കല്ലറയുണ്ട്. ആ കല്ലറയുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നു ഇപ്രകാരമാണ്: അവൻ ഇവിടെയില്ല, ഇവിടെ നിന്നും ഉയർത്തെഴുന്നേറ്റ് പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇറാഖിന്റെ മണ്ണിൽ 917 ഹെക്ടേഴ്സ് വിസ്തൃതിയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സിമിത്തേരി ഉണ്ട്. വാടി അൽസലാം എന്നാണ് അതിന്റെ പേര്. അതിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് RIP, റെസ്റ്റ് ഇൻ പീസ്. അവർ ഇവിടെ വിശ്രമം കൊള്ളുന്നു. എന്തിനേറെ പറയുന്നു, അങ്ങ് ആഗ്രയിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്ക്. ആഗ്രയുടെ മണ്ണിൽ ശിരസ് ഉയർത്തി നിൽക്കുന്നതായ താജ്മഹാലുണ്ട്. താജ്മഹാലിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അഷ്ടകോണാകൃതിയിൽ നിർമ്മിക്കപ്പെട്ടതായ ശവകുടീരമുണ്ട്. ആ ശവകുടീരത്തിന്റെ അകത്ത് ഷാജഹാന്റെയും മുംതാസിന്റെയും ശവശരീരങ്ങൾ ഭൂമിയോട് ചേർന്ന് കഴിഞ്ഞിട്ട് വർഷങ്ങൾ പലതായി. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനേറെ പറയുന്നു, അങ്ങ് ഡൽഹിയുടെ മണ്ണിൽ രാജ്ഘട്ടിലേക്ക് പോകുമ്പോൾ മഹാത്മാ ഗാന്ധിയുടെ കല്ലറയുണ്ട്. അങ്ങനെ സകലരുടെയും കല്ലറകൾ അടഞ്ഞു കിടന്നിട്ട് ആ കല്ലറയുടെ മുമ്പിൽ അവർ ഇവിടെ വിശ്രമം കൊള്ളുന്നു എന്ന് എഴുതി വെച്ചിരിക്കുമ്പോൾ ഉലക ചരിത്രത്തിൽ ഉലകം കണ്ടതിൽ വെച്ച് തുറക്കപ്പെട്ടതായ ഒരു കല്ലറ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കാലത്തിന്റെ കതിരവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാലസ്തീനിന്റെ മണ്ണിലെ ഒരേ ഒരു കല്ലറ മാത്രമേ ഉള്ളെന്ന് അഭിമാനപുരം
പരസ്പരം കൊന്നത്തടി ദേശത്തോട് നിങ്ങൾ വിളംബരം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യമുണ്ട്. അങ്ങ് കാൽവരിയുടെ കൊലക്കളത്തിൽ ക്രൂശിക്കപ്പെട്ടതായ കർത്താവിനുണ്ടല്ലോ, അങ്ങ് യോസഫിന്റേതായ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടതിന്റെ മുമ്പിൽ കല്ലുമുരുട്ടി വെച്ചിട്ട് റോമൻ ഇമ്പീരിയറിന്റെ മുദ്രയും പതിപ്പിച്ചിട്ട് 16 കാവൽ പടയാളികൾ ഉറക്കമില്ലാതെ കാവൽ ചെയ്തുകൊണ്ടിരുന്നതായ സാഹചര്യത്തിൽ നിന്ന് പാതാളത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയർ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ഉലക ചരിത്രത്തിൽ പുറത്തു വന്നൊരു വ്യക്തി പ്രഭാവമുണ്ട്. അവനത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന്. ആ യേശു ക്രിസ്തു ഒരു കല്ലറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടവനല്ല, ഒരു കല്ലറ കൊണ്ട് ഒതുങ്ങപ്പെട്ടവനല്ല. സകല യാഗങ്ങളും കർമ്മങ്ങളും കർമ്മകാണ്ഡാഹങ്ങളും ബലിപീഠത്തിങ്കൽ അവസാനിക്കുമ്പോൾ ബലിപീഠങ്ങളെ തകർത്തുകൊണ്ട് ബലിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് വീണ്ടും 40 ദിവസക്കാലം ലോകത്തിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ട് ഞാൻ പാപത്തിന്റെ പരിഹാരത്തിനായി എന്റെ രക്തം തന്നെ ചീന്തി, എന്റെ ശരീരം തന്നെ പിളർന്നു, എന്റെ ശരീരം തന്നെ തകർത്തു, പാപത്തിന്റെ വിമോചനം നേടിയെടുത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞാൻ കർത്താവും രക്ഷിതാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ആ പാപത്തിന്റെ മോചനമുണ്ട് എന്ന് വിളംബരം ചെയ്ത ഒരുവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആ കർത്താവായ യേശു ക്രിസ്തുവിൽ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനത്തിൽ, സന്തോഷത്തിൽ, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, താങ്കൾക്കും പാപത്തിന്റെ വിമോചനമുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയുടെ കൊലക്കളത്തിൽ രക്തം ചിന്തിയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണെന്ന് സാക്ഷാൽ ദൈവമായിരുന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി 40 ദിവസക്കാലം ഭൂമിയിൽ പിന്നെയും തന്നെ പ്രദർശിപ്പിച്ചിട്ട് ഒലിവുമലയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മറ്റു കാര്യമുണ്ട്. ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും ഭൂമിയിലേക്ക് ആഗമിക്കുവാൻ പോകുന്നു. ആ യേശു കർത്താവ് സമാധാനവും സന്തോഷവും പാപവിമോചനവും നൽകിയിട്ട് സ്വർഗാരോഹണം ചെയ്ത് പോയപ്പോൾ പറഞ്ഞ കാര്യം, ഞാൻ വീണ്ടും ഭൂമിയിലേക്ക് തന്റെ ശ്രേഷ്ഠന്മാരെ, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി വീണ്ടും വരുന്നു. പ്രിയമുള്ളവരെ, മരണത്തിനപ്പുറമോ ഒരു ജീവിതമുണ്ട് എന്ന് താങ്കൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ, മനുഷ്യന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നതായ, മനുഷ്യന്റെ ജീവിതത്തിൽ കുടികൊള്ളുന്നതായ പാപത്തിന്റെ പരിഹാരം വരുത്തിയിട്ട് ആത്മാവിന് നിത്യശാന്തി നേടിയെടുക്കുവാൻ വേണ്ടി, പാപത്തിന് വിമോചനം നേടിയെടുക്കുവാൻ വേണ്ടി പ്രിയമുള്ളവരെ, കാതങ്ങൾ നിങ്ങൾ താണ്ടുമ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരുവനെന്നേ കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറി, ഒരുവനെന്നേ കാൽവരിയുടെ കൊലക്കളത്തിൽ തകരപ്പെട്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ സാക്ഷാൽ ദൈവമായവനെന്ന്, അവൻ സാക്ഷാൽ ദൈവമായവൻ ഭൂമിയിൽ വന്നെന്ന്, അവൻ സാക്ഷാൽ ദൈവമായവൻ പാപത്തിന്റെ പരിഹാരം വരുത്തിയത് താങ്കൾ വിശ്വസിച്ചാൽ ആ ക്രിസ്തുവേശുവിൽ കൂടി, ക്രിസ്തുവേശുവിന്റെ രക്തത്തിൽ കൂടി താങ്കൾക്കും പാപത്തിന്റെ വിമോചനമുണ്ട്. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിന്റെ സന്തോഷത്തിലേക്ക്, ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് താങ്കളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ പേരെത്ര ഞങ്ങൾ പ്രസംഗിക്കുന്നതായ യേശു ക്രിസ്തുവെന്ന് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം ശ്രവിച്ചതായ എല്ലാ ദേശനിവാസികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.